ചാമ്പ്യൻസ് ബോട്ട് ലീഗ് സീസൺ കോട്ടയം താഴത്തങ്ങാടിയിൽ തുടക്കമായി. CBLനെ ആഗോളതലത്തിൽ ബ്രാൻഡ് ചെയ്യുമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. കനത്ത മഴയ്ക്കും വള്ളംകളിയുടെ ആവേശം ഒട്ടും ചോർത്താൻ കഴിഞ്ഞില്ല. മീനച്ചിലാറിൻ്റെ ഓളപ്പുരകളെ കീറിമുറിച്ച് കനത്ത മഴയെ അവഗണിച്ചുകൊണ്ടാണ് ചുണ്ടൻ വള്ളങ്ങൾ അണിനിരന്നത്. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് സീസണിൻ്റെ ഭാഗമായിട്ടായിരുന്നു പരിപാടി. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 4ാം സീസണിൻ്റെ ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. അടുത്ത വർഷം ലോകശ്രദ്ധ ആകർഷിക്കുന്ന നിലയിൽ ചാമ്പ്യൻസ് ബോട്ട് ലീഗിനെ മാറ്റുമെന്ന് മന്ത്രി പറഞ്ഞു. ഒരു ടൂറിസം ഉൽപ്പന്നം എന്ന നിലയിൽ വള്ളംകളിയെ വലിയ നിലയിൽ പ്രൊമോട്ട് ചെയ്യാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിന് വലിയ പ്രചാരം ലഭിച്ചു കഴിഞ്ഞു. ആ സാഹചര്യത്തിലാണ് വള്ളംകളിയെ സംയോജിപ്പിച്ച് ചാമ്പ്യൻസ് ബോട്ട് ലീഗിന് രൂപം നൽകിയത്. ഈ മേഖലയിലെ ടൂറിസം സംവിധാനങ്ങളെ കൂടി യോജിപ്പിച്ചുകൊണ്ട് വള്ളംകളി സംഘടിപ്പിക്കുക എന്നുള്ളതാണ് CBLന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അന്താരാഷ്ട്ര പ്രശസ്തി നേടുന്ന നിലയിലേക്ക് വള്ളംകളിയെ വളർത്താനും CBLലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നുണ്ട്. ചടങ്ങിൽ മന്ത്രി VN വാസവൻ അധ്യക്ഷനായി. കോട്ടയം വെസ്റ്റ് ക്ലബ്ബാണ് അതിൻ്റെ ചുമതലയിൽ നടത്തിവരുന്നത്. ഭംഗിയായി വിജയകരമായി നടത്തിവരുന്ന ഘട്ടത്തിലാണ് CBLന്റെ പട്ടികയിൽപ്പെടുത്തി ഇതിനെ കൂടി ഏറ്റെടുക്കുകയും അതിൻ്റെ ഉദ്ഘാടനം അവിടെ വെച്ച് നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട മന്ത്രിയോട് തന്നെ ഞാനിത് അഭ്യർത്ഥിച്ചപ്പോൾ അദ്ദേഹം അത് ഉൾപ്പെടുത്താമെന്ന് സമ്മതിക്കുകയും അതനുസരിച്ച് കോട്ടയം ഉദ്ഘാടനത്തിനായി അദ്ദേഹം തിരഞ്ഞെടുക്കുകയുമായുണ്ടായി. അതേസമയം മത്സരം വള്ളംകളിയുടെ ഫൈനൽ തർക്കത്തെ തുടർന്ന് നടന്നില്ല. അന്തിമ തീരുമാനമെടുക്കാൻ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് കമ്മിറ്റി ഇന്ന് യോഗം ചേരും. കൈരളി ന്യൂസ്, കോട്ടയം.